അഖിൽ മാരാർ ആൻഡ് നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രി പിണക്കുട്ടൻ പിണറായി ചേട്ടൻ പിണറായി സഖാവ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. അല്ലെങ്കിൽ ചില ആളുകൾ പിന്നെ അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് ചോദിക്കും, നീ അഖിൽ മാരാർ ഫാൻ അല്ലേടാ, നീ അതല്ലാടാ ഇങ്ങനെ ഇരുന്ന് പറയുന്നത് എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, ഞാൻ അഖിൽ മാരാർ ഫാൻ ആടാ. ഓക്കെ, അഖിൽ മാരാറിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അഖിൽ മാരാറിന്റെ പല പെർസ്പെക്റ്റീവ് പല സ്റ്റേറ്റ്മെന്റ്സ് പുള്ളി പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റാറുണ്ട്. എന്നാൽ എല്ലാത്തിനോടും അല്ല, ചിലതിനോട് യോജിക്കാൻ പറ്റാഴികയുണ്ട്, ചിലതിനോട് യോജിക്കാൻ പറ്റാറില്ല, ചിലതിനോട് യോജിക്കാൻ പറ്റാറുണ്ട്. അത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു വെക്കുകയാണ്. അപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് മുഖ്യമന്ത്രി അഖിൽ മാരാർ രണ്ടുപേരുമാണ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് തരംഗമാകുന്നത്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അഖിൽ മാരാർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ KSFE-യുടെ ഒരു 83 കോടി രൂപ എവിടെ പോയി, അത് ലാപ്ടോപ്പ് മേടിക്കാൻ കൊടുത്തു. മുഖ്യൻ വന്ന് കഴിഞ്ഞ ദിവസത്തെ പ്രസ് മീറ്റിൽ പറയുന്നു, അതെ KSFE-ക്ക് ലാപ്ടോപ്പ്, കുട്ടികൾക്ക് ലാപ്ടോപ്പ് അതിനുവേണ്ടിയൊക്കെ ഞാൻ കൊടുത്തു, എന്റെ മറ്റേ ധനസഹായം അതിനകത്തൊന്ന് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആയിക്കോട്ടെ, എന്തു ആയിക്കോട്ടെ. അപ്പം അതിന്റെ ഒരു മറുപടിയായിട്ട് അഖിൽ മാരാർ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ നിങ്ങൾ കുറെ പേര് കണ്ടു കാണും, കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞു വെക്കുകയാണ്. ഈ ഒരു അഖിൽ മാരാർ മന്ത്രിയുടെ കേസ് അങ്ങോട്ടൊന്ന് പറഞ്ഞ് ജസ്റ്റ് കുറച്ചു നേരം കൊണ്ട് ഞാനിതൊക്കെ പറഞ്ഞു നിർത്തും. ഇത് കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എല്ലാവരും അത് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് വേണ്ടി എനിക്കത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ മുങ്ങിപ്പോയൊരു ഫണ്ടുണ്ട്, അതിവിടെ പല ആളുകൾക്കും മാരാറ് പോലും അത് ചോദിക്കുന്നത് ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കും. നാളെ ജീവനോടെ ഞാൻ ഉണ്ടാവുകയോ ഇല്ലയോ എന്നെനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ എന്താണെങ്കിലും എനിക്ക് അതിനെപ്പറ്റി ചോദിക്കണം. അതിവിടുത്തെ ജനലക്ഷങ്ങൾക്ക് അവരെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഉത്തരം ആണ്. അത് മന്ത്രി കൊടുക്കേണ്ട ഒരു ഉത്തരം തന്നെയാണ് ആ ഒരു ചോദ്യത്തിന്. അത് ഞാനിവിടെ ചോദിക്കും. അതിനു മുമ്പ് മാരാറ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്ത് തരാം. ഇത് കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. ഈ മാരാർ പിണിച്ചേട്ടൻ നമ്മുടെ സഖാവിന്റെ ഇഷ്യൂല് ആരുടെ ഭാഗത്താണ് ഇച്ചിരിയൊക്കെ ശരിയുള്ളതെന്ന് നിങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ച് ആരെങ്കിലും റിയാക്ട് ചെയ്തിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ ഞാൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ഇടുമായിരിക്കും. എന്താണെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഇവിടെ അത് കാണിച്ചു തരാം, നിങ്ങൾ ഇതൊന്ന് കാണുക. ആരാര് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മെയിൻ ആയിട്ട് മാരാറ് ഇന്നോ ഇന്നലെയോ മാരാർ നമ്മുടെ KSFE-യുടെ MD മാനേജിംഗ് ഡയറക്ടറിനെ വിളിച്ചു. അപ്പത്തേക്ക് അയാളുടെ PA ആണ് എടുത്തത്. അപ്പൊ എടുത്തപ്പോഴത്തേക്ക് അഖിൽ കുറച്ച് കാര്യങ്ങൾ അവിടെ ചോദിക്കുന്നുണ്ട്. അതിന് ആ വ്യക്തി ഒരു ഉത്തരം പറയുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രിച്ചേട്ടൻ പറഞ്ഞിരുന്ന കുറച്ച് വാക്കുകളും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ അഖിലിന്റെ ഒരു വീഡിയോയിൽ തന്നെ ഉണ്ട്. അത് ഒന്നിച്ച് നിങ്ങളൊന്ന് കേൾക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ള കാര്യത്തിലേക്ക് പോവാം. ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞ മറുപടി ഞാൻ വളരെ രീതിയിൽ സ്വാഗതം ചെയ്തിരുന്നു. പക്ഷേ കാര്യങ്ങളെക്കുറിച്ചൊന്ന് അന്വേഷിക്കണമല്ലോ. അങ്ങനെ ഞാനിന്ന് KSFE-യുടെ മാനേജിംഗ് ഡയറക്ടറെ വിളിച്ചിരുന്നു. KSFE-യുടെ മാനേജിംഗ് ഡയറക്ടറെ PA ആണ് ഫോൺ എടുത്തത്. അദ്ദേഹത്തോട് സംസാരിച്ചതിന്റെ വോയിസ് റെക്കോർഡ് നിങ്ങളൊന്ന് കേൾക്കുക. കേട്ടതിന് ശേഷം എനിക്കിങ്ങനെ മുഖ്യമന്ത്രിയുടെ തോളത്ത് പിടിച്ചിട്ട് നമ്മുടെ ലാലു അലക്സ് ഇവിടം സ്വർഗമാണ് സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗ് പറയാനാണ് ആഗ്രഹിക്കുന്നത്. മുഖ്യമന്ത്രി നിങ്ങൾ കുടുങ്ങുന്ന പണിയാണ് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് എന്റെ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളും കേൾക്കുമ്പോൾ ജനത്തിനും പ്രതിപക്ഷത്തിനും കൂടി ഒന്ന് ബോധ്യപ്പെട്ടാൽ വളരെ നന്നായിരുന്നു. പറഞ്ഞോളൂ. ഞാൻ എന്റെ പേര് അഖിൽ മാരാർ എന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ KSFE വിദ്യാശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലാപ്ടോപ്പ് വിതരണം നൽകിയതുമായി ഞാൻ സോഷ്യൽ മീഡിയ വഴി ഒരു സംശയം ഉന്നയിക്കുകയും ഇന്നലെ മുഖ്യമന്ത്രി അതിനൊരു മറുപടി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഈ വിദ്യാശ്രീ പദ്ധതി വഴി ഗവൺമെന്റ് സൗജന്യമായിട്ടാണോ കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തത് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. വിദ്യാശ്രീ പദ്ധതി വഴി ചിട്ടിയല്ലേ കൊടുത്തത് ആക്ച്വലി? അതായത് അല്ല, അതിന്റെ കറക്റ്റ് കാര്യം അറിയാനാണ് ഞാനൊന്ന് വിളിച്ചത്. എനിക്കത് വിദ്യാശ്രീ പദ്ധതി കാര്യം വെബ്സൈറ്റിലോ കാര്യങ്ങളോ ഒന്നും ഇത് അവൈലബിൾ അല്ല. വിദ്യാശ്രീ പദ്ധതി വഴി KSFE കൊടുത്തത് ലാപ്ടോപ്പ് കൊടുത്തതിന്റെ ഡീറ്റെയിൽസ് ആണ് അറിയുന്നത് അല്ലേ? അതായത് നമ്മളിപ്പം സപ്പോസ് ഇപ്പം 20,000 രൂപ ലാപ്ടോപ്പ് മേടിക്കാൻ കൊടുത്തെങ്കിൽ അത് സൗജന്യമായി കൊടുത്ത തുകയാണോ അതോ തിരിച്ചു മാസം അടവുകളുണ്ടോ? വാർത്തയിലൊക്കെ കിടക്കുന്നത് പല ആൾക്കാരും തിരിച്ച് അടച്ചു, ഞാൻ 6,000 രൂപ അടച്ചു, 7,000 രൂപ അടച്ചു. അത് മാസം തോറും 500 രൂപ വെച്ച് അടയ്ക്കുന്ന സ്കീമായിരുന്നു. അത് 15,000 രൂപ അടച്ചാൽ മതി. അപ്പൊ സാറേ ഒരു ചെറിയ സംശയം, അപ്പം ഗവൺമെന്റ് അപ്പൊ എന്തിനാണ് KSFE-ക്ക് പൈസ തരുന്നത്? കാരണം ആക്ച്വലി ഗവൺമെന്റ് തന്ന പൈസയല്ല, അത് KSFE-യുടെ പൈസയാണ്. അല്ല, മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഗവൺമെന്റ് ആ ഒരു ഭാഗം തെറ്റാണ്. ഗവൺമെന്റ് തന്നതല്ല, അത് KSFE-യുടെ പദ്ധതിയാണ്. ഈ തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ KSFE-ക്ക് നൽകിയ തുകയാണ്.
കുടുംബശ്രീ പ്രവർത്തകരുടെ അപ്പൊ കേട്ടല്ലോ എല്ലാവരും. ഇതിനകത്തുനിന്ന് അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മനസ്സിലായിട്ടുണ്ടല്ലോ. ഞാൻ ഇനി കൂടുതൽ ഇതിനകത്ത് കിടന്ന് വരകാൻ പോകുന്നില്ല. എനിക്ക് ഇതിനകത്തുനിന്ന് എൻ്റെ ഒരു ബുദ്ധി ഉപയോഗിച്ച് കാര്യം പിടികിട്ടി. ഇനി ഈ ഒരു അഖിൽമാരാർ കേൾപ്പിച്ച ആ ഒരു വോയിസ് ഫേക്ക് ഒന്നും ആവാതിരിക്കട്ടെ. എനിക്ക് അത്രയും മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ. ഫേക്ക് ഒന്നും അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. ആരാണ് ഇവിടെ നിന്ന് മെഴുകുന്ന എന്നുള്ളത്. ഇപ്പൊ മെഴുകുന്ന വ്യക്തി ഒരിക്കലും പറയത്തില്ല എന്റെ ഭാഗത്ത് തെറ്റണമെന്ന്. അത് ഉറപ്പുള്ള കാര്യമാണ്. നമ്മളത് പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ എനിക്കും പണി കിട്ടാം ഉറപ്പായിട്ടും. കാരണം നമ്മളൊരു ഡെമോക്രാറ്റിക് കൺട്രിയിലാണോ ജീവിക്കുന്നത്? എനിക്കത് തോന്നുന്നില്ല. മറ്റേ ചൈനയിലെ മറ്റൊരുത്തരുണ്ടല്ലോ, ഏതാണ്ട് ആ ഒരു പരിപാടിയൊക്കെ നടത്തുന്ന ഒരു സ്ഥലത്താണ് ഞാനും ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കൊരു അവകാശമുണ്ടോ? സത്യം പറ, എനിക്ക് നിങ്ങൾക്കൊക്കെ ഒരു അവകാശമുണ്ടോ? ഒരു ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ടോ ഈ നാട്ടിൽ? ചോദ്യം ചോദിക്കുന്നവൻ ഇന്ന് അകത്ത് കിടക്കും. ആ ഒരു അവസ്ഥയിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞാനത് കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഒരു പരിധിയിൽ കൂടുതലൊന്നും പറയാത്തത്, ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കാൻ വരാത്തത്. എന്നാൽ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പോസ്റ്റിനടിയിൽ കണ്ട ഒരു കമന്റ് ആണ്. അപ്പൊ ഈ കമന്റ് ഞാൻ നോക്കി വന്നപ്പോഴാണ് ഇത് 2-3 സ്ഥലത്ത് കണ്ടു. അത് മാത്രമല്ല, ഇത് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട് കുറെ ആളുകൾ. ഇത് ഇട്ട വ്യക്തി ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് പല സ്ഥലത്തും ഇട്ടു, പക്ഷെ അവിടെ നിന്നൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. ഇത് ആരാണ് ഡിലീറ്റ് ചെയ്ത് കളയുന്നത് ഈ ഒരു കമന്റ്? പിന്നെ ഞാൻ ഈ ഒരു കമന്റ് ഇട്ട വ്യക്തിയായിട്ട് ഒന്ന് സംവാദം ചെലുത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പേഴ്സണലി അറിയാവുന്ന ഒരാളാണ് അത് ആ കമന്റ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഈ ഒരു വിഷയത്തെ പറ്റി കുറെ നേരം സംസാരിച്ചു. അങ്ങനെ ആ വ്യക്തി, എനിക്കിതിനെ പറ്റി വലിയ അങ്ങ് ധാരണയൊന്നുമില്ലായിരുന്നു. ആ വ്യക്തി എനിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോഴത്തേക്കും ഞാനും ആലോചിച്ചു, ശരിയാണല്ലോ. അതുപോലെ തന്നെ ഞാൻ ആ കമന്റ് ഇവിടെ വെച്ച് തരാം, ഒന്ന് വായിച്ചു തരാം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് അല്ലേ എന്ന്. സംഗതി വേറൊന്നുമല്ല, CMDRF-ൽ പൈസ. ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഞാൻ ഇവിടെ വെക്കുന്നതിന് മുമ്പ് ഈ ഒരു മെസ്സേജ് വായിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും വയനാട്ടിലെ ആ ഒരു ഉരുൾപൊട്ടലിൽ നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ അവിടെ കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ സഹായിക്കാൻ നമുക്ക് പറ്റുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇടാനാണെങ്കിൽ എല്ലാവരും ഇടുക. ഒരിക്കലും അതിനകത്ത് ഇടരുത് എന്ന് ഞാൻ പറയില്ല. അതിനകത്ത് ഇടണ്ട എന്ന് ഞാൻ പറയില്ല. പക്ഷെ എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്, അത് ഞാനിവിടെ തുറന്ന് ചോദിക്കാൻ പോവാണ്. എല്ലാവരും പൈസ ഇടുക. ഓക്കെ, മെസ്സേജ് കണ്ടോളുക, കമന്റ് കണ്ടോളുക. CMDRF-ൽ പൈസ അടയ്ക്കാൻ മടിക്കുന്ന ആൾക്കാരെ കളിയാക്കുന്നതിന് മുമ്പ് ഇതൊന്ന് കേൾക്ക്. അതായത് ഈ CMDRF-ൽ പൈസ ഇടരുത് എന്ന് പറഞ്ഞ ആരുടെയൊക്കെയോ വീഡിയോയുടെ അടിയിലാണ് ഈ ഒരു കമന്റ് ഈ പുള്ളി കൊണ്ടുവന്ന് ഇട്ടത്. അവരെ അപ്പം കുറെ പേര് വന്നിട്ട് കളിയാക്കുന്നുണ്ട് ഇതിനകത്ത് ഇടരുതെന്ന് പറഞ്ഞവരെ. അപ്പൊ അതാണ് പറയുന്നത്. മുൻപ് കേൾക്ക്. എല്ലാ സംസ്ഥാനങ്ങളും SDRF, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് എന്ന ഒരു ഫണ്ടിംഗ് സിസ്റ്റം ഉണ്ട്. ഇത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 പ്രകാരം ഓഡിറ്റിങ്ങിന് വിധേയമാണ്. CMDRF-ൽ ഓഡിറ്റിംഗ് ഉണ്ടെങ്കിലും അത് മുഖ്യമന്ത്രിയുടെ ബോധ്യങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അതായത് മുഖ്യമന്ത്രിക്ക് ആർക്കാണോ കൂടുതൽ പണത്തിന് ആവശ്യമായി തോന്നുന്നത് അവർക്ക് കൊടുക്കാൻ സാധിക്കും. പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, CMDRF-ൽ മുമ്പുണ്ടായ ആരോപണങ്ങളെ ഈ ഒരു കാര്യം പറഞ്ഞാണ് കോടതികൾ ചലഞ്ച് ചെയ്തത്. ഇനി കാര്യത്തിലേക്ക് വരാം. നിങ്ങൾക്ക് ഉദ്ദേശശുദ്ധി ശരിയാണെങ്കിൽ നിങ്ങൾ ഈ CMDRF-നെ വെളുപ്പിക്കുന്ന പരിപാടി നിർത്തിയിട്ട് SDRF-ൽ പണം നിക്ഷേപിക്കാനും കൂടി പറയൂ. CMDRF-ൽ പണം നൽകാൻ താല്പര്യമില്ലാത്ത ജനങ്ങൾക്ക് ഒരു സെക്കൻഡ് ഓപ്ഷൻ ഉള്ളത് നല്ലതല്ലേ? വീണ്ടും നിങ്ങളുടെ ഉദ്ദേശം നല്ലത് മാത്രമാണെങ്കിൽ ദയവ് ചെയ്തു SDRF-നെ കുറിച്ച് കൂടുതൽ പോസ്റ്റ് ചെയ്യൂ പ്ലീസ്. നിങ്ങൾ ആരെങ്കിലും, എനിക്കറിയില്ല ഈ വീഡിയോ എത്ര പേര് കാണും, ചിലപ്പോൾ വളരെ കുറവായിരിക്കും, 100-200 പേര് കാണത്തുള്ളൂ. എനിക്ക് ചാനലിൽ ഒരു പണി കിട്ടിയിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ അധികം റീച്ച് ആവാൻ ചാൻസും ഇല്ല. പറ്റുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ഈ ഒരു വീഡിയോ, കാരണം ഇത് ആളുകൾ അറിയണം. SDRF ഇതിനെ പറ്റി ആളുകൾ അറിയണം. സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു ഫണ്ടിനെ പറ്റി അറിയാം? അങ്ങനെ ഒരു ഫണ്ടിങ് സിസ്റ്റം കൂടെ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല നിങ്ങൾക്ക് അറിയാവോ? കാരണം അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഡയറക്റ്റ് നടത്തുന്ന ഒരു റിലീഫ് ഫണ്ടാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് നോട്ടം ഡയറക്റ്റ് ഉണ്ട് ആ ഫണ്ടിലേക്ക്. മറ്റേത് മുഖ്യമന്ത്രിയുടെയാണ്. അപ്പൊ അതിലെ മുഖ്യമന്ത്രിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് റിസർവ് ബാങ്കിന്റെ ഒക്കെ നോട്ടമുണ്ട്. എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാം നോട്ടഡ് ആണ്. എങ്കിൽ പോലും ഇപ്പോ
ആർക്കൊക്കെ കൊടുക്കണം. ഇപ്പൊ ഒരു പഞ്ചായത്തിലെ കൂടുതൽ ചിലപ്പം കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും, അവർക്ക് കൂടുതൽ ഫണ്ട് കൊടുത്തു. ഇപ്പുറത്ത് പാർട്ടി വൈസ് അങ്ങനെ വേണമെങ്കിൽ പുള്ളിക്ക് തരംതിരിച്ച് കൊടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ കമന്റ് പറയുക, നിങ്ങൾ കമന്റ് ഇടുക. അങ്ങനെ എന്തെങ്കിലും അത് ഞാനിപ്പോ പറഞ്ഞത് തെറ്റാണെങ്കിലും പറയുക, എനിക്കും അറിയണമല്ലോ. പക്ഷെ ഇങ്ങനെയാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഈ ഒരു കമന്റിലുള്ളത് വളരെ സത്യമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇല്ലെങ്കിൽ എന്റെ ഒറ്റ ചോദ്യമേ ഉള്ളൂ, എന്തുകൊണ്ട് SDRF പ്രൊമോട്ട് ചെയ്യുന്നില്ല? താല്പര്യമില്ല. മുഖ്യമന്ത്രിയുടെ പേരിലുള്ള ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് ഇടാൻ താല്പര്യമില്ലാത്ത ഒരുപാട് പേരെ കണ്ടല്ലോ. ഞാൻ ഇടരുതെന്ന് പറയത്തില്ല, ഓക്കെ? ഞാൻ ഒരാളോടും പറയത്തില്ല, എല്ലാരും ഇടാനേ ഞാൻ പറയുള്ളൂ. പക്ഷെ കുറെ പേര് പറയുന്നുണ്ടല്ലോ അതിനകത്തോട്ട് ഇടത്തില്ല എന്നുള്ളത്. അങ്ങനെ ഇടാത്തവർക്ക് നിങ്ങൾ വേറൊരു ഓപ്ഷൻ കൊടുക്കൂ, SDRF ഇടാൻ പറയൂ. എന്തുകൊണ്ട് അത് പറയാത്ത? SDRF പ്രൊമോട്ട് ചെയ്യൂ. അതിനെന്താണ് തെറ്റുള്ളത്? മറ്റേത് മുഖ്യമന്ത്രിക്ക് നോട്ടമുള്ള സാധനം, പുള്ളിയും കൂടെ വാല്യൂ ചെയ്യും. ഇതിനകത്ത് അത് പറ്റത്തില്ല. അതുകൊണ്ടാണോ ഇവിടുത്തെ ചേട്ടന്മാര് SDRF ഒന്ന് പുഷ് ചെയ്യാത്തത്? എന്റെ സംശയമാണ് കേട്ടോ. അത് ഇഷ്ടമല്ലാത്തവർ അതിനകത്ത് ഇടട്ടെ. എന്തുകൊണ്ടാ ചെയ്യാത്തത്? അതിനകത്ത് കൈയിട്ട് വരാൻ പറ്റാത്തതുകൊണ്ടോ? പച്ചക്ക് ഞാൻ ചോദിക്കുകയാണ്. അതുകൊണ്ടാണോ അതിനെ പ്രൊമോട്ട് ചെയ്യാത്തത്? ഇല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല? എല്ലാ സ്റ്റേറ്റിനും ഇങ്ങനെ ഒരു SDRF എന്ന് പറയുന്ന ഒരു ഇതുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. കേരളത്തിലപ്പോ എന്തായാലും കാണും. പക്ഷെ എന്തുകൊണ്ട് അത് ഒരാൾക്ക് പോലും അറിയില്ല. ഞാനിപ്പോ ആലോചിച്ചു, ഇത് ഞാനിങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഇതിനെപ്പറ്റിയുള്ള സംസാരം വന്നപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചു, മാരാർക്കൊന്നും ഇതിനെപ്പറ്റി അറിയില്ലേ? മാരാർ എന്തുകൊണ്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല എന്ന് ഞാൻ ആലോചിച്ചു. ഇത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ മാക്സിമം ആൾക്കാരിലേക്ക് ഈ ഒരു കാര്യം അറിയാൻ വേണ്ടി മാത്രം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആളുകൾ അറിയട്ടെ ഇങ്ങനെയുള്ള കാര്യം, ഇങ്ങനെയുള്ള ഒരു കാര്യമുള്ളത്. എന്തുകൊണ്ട് അതിനെ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നില്ല? അതിനെ പ്രൊമോട്ട് ചെയ്ത് അതിനകത്ത് വരുന്ന കാശെടുത്ത് കൊടുക്കൂ. എന്താ അതൊന്നും ചെയ്യാത്തത്? നിങ്ങൾക്ക് ലാഭം ഉണ്ടാവില്ലേ? അതുകൊണ്ടാണോ? ഈ ചീഫ് മിനിസ്റ്ററിന്റെ റിലീഫ് ഫണ്ടിലേക്ക് വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടമിട്ട് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് മാത്രം കൂടുതൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ, അങ്ങനത്തെ കേസുകൾ ഉള്ളതുകൊണ്ടാണോ? സംശയമാണ്, എന്റെ സംശയമാണ്. ഈ സംശയത്തിന് നിങ്ങൾ ഉത്തരം തരണം. ഉടനെ ഞാൻ നിങ്ങൾക്ക് എതിരായിട്ട് പറഞ്ഞു എന്നൊന്നുമല്ല, ഞാനിവിടെ ഒരാൾക്കും എതിരായിട്ട് പറഞ്ഞിട്ടില്ല. എന്റെ ഒരു സംശയം ഞാൻ ക്ലിയർ ചെയ്യാൻ നോക്കുകയാണ്. എന്തുകൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല? ദൈവത്തെ ഓർത്ത് ഈ വീഡിയോ കാണുന്നവർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങളും ചോദിക്കുക. നമുക്കറിയണ്ടേ ഇങ്ങനെ ഒരു ഫണ്ടിങ് ഇവിടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിനെ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളത്? ചില ആളുകളുടെ അവർക്കും കൂടെ ഗുണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്കാണോ ജനങ്ങൾ ഫണ്ടിങ് ചെയ്യേണ്ടത്? അതാണോ അതിന്റെ ഒരു സത്യാവസ്ഥ? ഒരുപാട് പേര് ഇപ്പൊ മാരാറെ പോലുള്ള ആളുകൾ മുഖ്യമന്ത്രിക്കെതിരെ വന്ന് സംസാരിക്കുന്നു. അപ്പം നിങ്ങൾ തന്നെയാണ് പറയേണ്ടത്. ഇങ്ങനത്തെ ഒരു സൈഡിൽ നിന്ന് എന്റെ സൈഡിൽ നിന്ന് ഇങ്ങനൊരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യാത്തത്? പ്രൊമോട്ട് ചെയ്യൂ, പറയൂ, സ്പീക്കപ്പ്. ഞാൻ പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റുന്നവരൊന്ന് ലൈക്കൊക്കെ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ അധികം പേര് കാണുമോ എന്ന് ഞാൻ പറഞ്ഞില്ല, എന്റെ ചാനലിൽ ഒരു ചെറിയ പ്രശ്നം കിട്ടിയിരിക്കുകയാണ്. എനിക്കറിയില്ല, പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. പിന്നെ വയനാടിന്റെ കൂടെ നമ്മളെല്ലാവരും ഉണ്ട്, അതിന് ചെയ്യേണ്ടത് നമ്മളെല്ലാവരും ചെയ്യണം. അത് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്.